Hi all, welcome back to our spoken English class. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമുക്ക് ലിങ്കിങ് വേർഡ്സിനെ കുറിച്ച് പഠിക്കാം. അതായത് രണ്ട് വേർഡ്സ് അല്ലെങ്കിൽ രണ്ടിലധികം വേർഡ്സ് അല്ലെങ്കിൽ രണ്ട് സെൻറ്റൻസസ് അല്ലെങ്കിൽ അതുപോലെയുള്ള ഫ്രേസസോ എന്താണെങ്കിലും കണക്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ് ലിങ്കിങ് വേർഡ്സ്. നമ്മളിപ്പോൾ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ ലിങ്ക് ചെയ്യുന്ന കാര്യം, അല്ലെ? ആധാർ ലിങ്ക് ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ലിങ്ക് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് കൂട്ടിച്ചേർക്കുക, അതായത് എല്ലാത്തിനെയും കൂടി ഒരുമിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ വേർഡ്സ് എല്ലാം നമ്മൾ ലിങ്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ സാധാരണ നമ്മൾ ഉപയോഗിച്ച് വരുന്നതാണ്, പക്ഷെ നമ്മൾ അവെയർ അല്ലാതെ ഉപയോഗിച്ച് വരുന്ന വാക്കുകളാണിത്. അപ്പോൾ കുറച്ചും കൂടി അവെയർനെസ്സോട് കൂടി നമുക്ക് ഈ വാക്കുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബിക്കോസ് എന്ന് പറയുന്ന ഒരു ലിങ്കിങ് വേർഡാണ്. എന്തുകൊണ്ടെന്നാൽ അല്ലെങ്കിൽ കാരണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ബിക്കോസ് ഉപയോഗിക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യത്തെ സെന്റൻസ്, മോം ഹാസ് ആസ്ക്ഡ് മീ ടു ക്ലീൻ ദ റൂം. അമ്മ എന്നോട് മുറി ക്ലീൻ ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഒരു സെന്റൻസ്, മോം ഹാസ് ആസ്ക്ഡ് മീ ടു ക്ലീൻ ദ റൂം. അടുത്ത സെന്റൻസ് ആണ് ഇറ്റ് വാസ് അൺടൈഡി. അടുത്ത സെന്റൻസ് ആണ് ഇറ്റ് വാസ് അൺടൈഡി. എന്നിട്ട് നമ്മളോട് പറയാണ് ഇതിന് രണ്ടിനെയും കൂടി എങ്ങനെ കണക്ട് ചെയ്യുന്നത്. വൃത്തിയില്ലാത്തത് കൊണ്ട് അമ്മ എന്നോട് മുറി ക്ലീൻ ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്നാണ് നമ്മൾ സെന്റൻസ് ആക്കേണ്ടത്. മോം ഹാസ് ആസ്ക്ഡ് മീ ടു ക്ലീൻ ദ റൂം because it was untidy. മുറി വൃത്തിയില്ലാതിരുന്നുകൊണ്ട് അമ്മ എന്നോട് ക്ലീൻ ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഇരുന്നത് കൊണ്ട് എന്ന് പറയുന്ന ഒരു വാക്കായിട്ടാണ് നമ്മളവിടെ ബിക്കോസ് എന്ന് ചേർക്കുന്നത്. മോം ഹാസ് ആസ്ക്ഡ് മീ ടു ക്ലീൻ ദ റൂം ബിക്കോസ് ഇറ്റ് വാസ് അൺടൈഡി. കണ്ടോ? ആ രീതിയിൽ നമ്മൾ ലിങ്കിങ് വേർഡ്സ് ഉപയോഗിച്ചിട്ട് ഇതിനെ കണക്ട് ചെയ്യുന്നു, അല്ലെ? ലിങ്കിങ് വേർഡ് ഉപയോഗിച്ചു. ഏതാണ് ലിങ്കിങ് വേർഡ്? ബിക്കോസ്. ഒരു സെന്റൻസ് നോക്കാം. The teacher was worried. The teacher was worried. ടീച്ചർ ആകെ പരിഭ്രമിച്ചിരുന്നു. I was late for the class. ഞാൻ ക്ലാസ്സിൽ വരാൻ വൈകി. അപ്പോൾ ഇതിനെ നമ്മൾ കണക്ട് ചെയ്യണം. എങ്ങനെ കണക്ട് ചെയ്യും? ബിക്കോസ് ഉപയോഗിച്ച് കണക്ട് ചെയ്യും, അല്ലെ? ഞാൻ വരാൻ വൈകിയത് കൊണ്ട് ടീച്ചർ പരിഭ്രമിച്ചു. ആ രീതിയിലാക്കണം നമ്മൾ. Was worried because I was late for the class. The teacher was worried because I was late for the class. ഈ രീതിയിലാക്കി നമ്മൾ മാറ്റി ഈ സെൻറ്റൻസിന്. The father scolded me. The father scolded me. അച്ഛൻ വഴക്കു പറഞ്ഞു. I was naughty. ഞാൻ വികൃതിയായിരുന്നു. അപ്പോൾ ഞാൻ വികൃതിയായിരുന്നത് കൊണ്ട് അച്ഛൻ എന്നെ വഴക്കു പറഞ്ഞു എന്നാക്കണം നമുക്കത്, അല്ലേ? അപ്പൊ അതെങ്ങനെയാക്കും? ബിക്കോസ് ചേർത്തിട്ട്. The father scolded me because I was naughty. The father scolded me because I was naughty. ഞാൻ അവിടെ പോകും. എനിക്ക് പരീക്ഷയുണ്ട്. I will go there. എനിക്ക് പരീക്ഷയുണ്ട് എന്നുള്ളത് I have a test. I will go there. I have a test. അപ്പോൾ നമ്മളെങ്ങനെ ഈ സെൻറ്റൻസുകളെ തമ്മിൽ ബിക്കോസ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ. ഐ വിൽ ഗോ ദർ ബിക്കോസ് ഐ ഹാവ് എ ടെസ്റ്റ്. ഐ വിൽ ഗോ ദർ ബിക്കോസ് ഐ ഹാവ് എ ടെസ്റ്റ്. എനിക്കിത് ചെയ്യാൻ പറ്റും. എനിക്ക് ആരോഗ്യമുണ്ട്. അല്ലെങ്കിൽ ഞാൻ ആരോഗ്യവതിയാണ്. എങ്ങനെ പറയും? എനിക്കിത് ചെയ്യാൻ പറ്റും. ഐ ക്യാൻ ഡു ഇറ്റ്. ഐ ആം ഹെൽത്തി. I can do it. I am healthy. ആദ്യത്തെ സെന്റൻസ്, രണ്ടാമത്തെ സെന്റൻസ്. ഇതിനെങ്ങനെ കണക്ട് ചെയ്യണത്? I can do it because I am healthy. I can do it because I am healthy. അപ്പോൾ ബിക്കോസ് ഉപയോഗിച്ച് ഏത് രീതിയിൽ കണക്ട് ചെയ്തെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമുക്ക് അടുത്ത ലിങ്കിങ് വേർഡ് നോക്കാം. അതാണ് സോ. സോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം. അതും കാരണം തന്നെ കാണിക്കുന്നതാണ്, പക്ഷെ ബിക്കോസിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് അത് കാണിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ബിക്കോസ് എന്നുള്ള രീതിയിൽ എന്തുകൊണ്ടെന്നാൽ
അപ്പൊ അതുകൊണ്ട് ഞാനിവിടെ പോയി എന്നുള്ള നമുക്ക് സെയിം തന്നെ, പക്ഷെ എന്നാലും രണ്ട് രീതി പറയുന്നേ ഉള്ളൂ. ഓക്കെ, ഐ വെന്റ് ടു ദ ഹോസ്പിറ്റൽ, ഐ വാസ് സിക്ക്. ഈ ഇതിനെ നമുക്ക് കണക്ട് ചെയ്യുമ്പോഴേക്കും രണ്ട് രീതിയിൽ കണക്ട് ചെയ്യാം. നേരത്തെ പറഞ്ഞ രീതിയിൽ ബിക്കോസ് വെച്ച് കണക്ട് ചെയ്യാം. അതായത് ഐ വെന്റ് ടു ദ ഹോസ്പിറ്റൽ, ഐ വാസ് സിക്ക്. ഐ വെന്റ് ടു ദ ഹോസ്പിറ്റൽ ബിക്കോസ് ഐ വാസ് സിക്ക്. ഇനി നമുക്ക് ഇതിന് വേറൊരു ലിങ്കിങ് വേർഡ് ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യാം. സിക്ക്, സോ ഐ വെന്റ് ടു ദ ഹോസ്പിറ്റൽ. കണ്ടോ, ഇവിടെ നേരെ രണ്ട് സെന്റൻസിൽ നമ്മൾ ബിക്കോസിന് ഉപയോഗിച്ച രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രണ്ടാമത് പറഞ്ഞിരിക്കുന്ന സെന്റൻസ് ആദ്യം എടുത്തു, ആദ്യത്തെ സെന്റൻസ് രണ്ടാമതും പോയി, എന്നിട്ട് സോ വെച്ചു ലിങ്ക് ചെയ്തു. ഇത്ര ഉള്ള വ്യത്യാസം. ഐ വെന്റ് ടു ദ ഹോസ്പിറ്റൽ ബിക്കോസ് ഐ വാസ് സിക്ക് എന്നുള്ളത് മാറിയിട്ട് ഐ വാസ് സിക്ക്, സോ ഐ വെന്റ് ടു ദ ഹോസ്പിറ്റൽ എന്നായിട്ട് മാറി. ഇനി വേറെ സെന്റൻസ് നോക്കിയേ, സോ വെച്ചിട്ട്. ഷി ഗോട്ട് ഗുഡ് മാർക്ക്, ഷി ഗോട്ട് എ ഗുഡ് മാർക്ക്. ഷി വാസ് ബ്രില്യൻറ്റ്, ഷി ഗോട്ട് എ ഗുഡ് മാർക്ക്, ഷി വാസ് ബ്രില്യൻറ്റ്. ഇതിനെ കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. ആദ്യം നിങ്ങൾ ബിക്കോസ് വെച്ചൊന്ന് കണക്ട് ചെയ്തേ. ഷി ഗോട്ട് എ ഗുഡ് മാർക്ക് ബിക്കോസ് ഷി വാസ് ബ്രില്യൻറ്റ്. ഇനി അതിനെ നമുക്ക് തിരിക്കാം. ഷി വാസ് ബ്രില്യൻറ്റ്, സോ ഷി ഗോട്ട് എ ഗുഡ് മാർക്ക്. കേട്ടോ, അപ്പൊ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാവുന്ന ഒരു വ്യത്യാസമുള്ളൂ ഇതിനകത്ത്. രണ്ടിന്റെയും അർത്ഥം ഒരേ രീതിയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. കേട്ടോ, എനിക്ക് നല്ല മാർക്ക് കിട്ടി, എന്താന്ന് വെച്ചാൽ എനിക്ക് ബുദ്ധി ഉണ്ടായിരുന്നു. അങ്ങനെ ആ രീതിയിൽ നമ്മൾ തിരിച്ചു മറിച്ച് ഇടുന്നേ ഉള്ളൂ. ഒരു സെന്റൻസ് ഓക്കെ, ഇറ്റ് വാസ് വെരി ഹോട്ട്, വി ഹാഡ് കൂൾ ഡ്രിങ്ക്സ്. തണുപ്പായിരുന്നു, ഞങ്ങൾ തണുത്ത പാനീയം കുടിച്ചു. അപ്പൊ ഇത് എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും? സോ വെച്ച് കണക്ട് ചെയ്യാം. ഇറ്റ് വാസ് very hot, so we had cool drinks. It was very hot, so we had cool drinks. ഇനി അത് തിരിച്ചു പറയുമ്പോഴേക്കും we had cool drinks because it was very hot. ഇനി അടുത്തൊരു ലിങ്കിങ് വേർഡ് ആണ് but. but എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട് അല്ലേ? but എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പറയുമ്പോഴേക്കും അതിന്റെ കോൺട്രാക്ഷൻ, അതിന് കോൺട്രഡിക്റ്റഡ് ആയിട്ടുള്ള അടുത്തൊരു കാര്യം വരുന്നു എന്ന് കാണിക്കുമ്പോഴാണ് നമ്മൾ അതിന് ബട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ അവിടെ പോയി, പക്ഷേ എനിക്ക് ഒന്നും കിട്ടിയില്ല. ഐ വെന്റ് there but I didn't get anything. കണ്ടോ, ഐ വെന്റ് there but I didn't get anything എന്ന് പറയുമ്പോഴേക്കും ഞാൻ അവിടെ പോയി, പക്ഷെ എനിക്കൊന്നും കിട്ടിയില്ല. പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം പിന്നെ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം കൂടി കണക്ട് ചെയ്ത് കണ്ട, അപ്പോഴാണ് നമ്മളിവിടെ ബട്ട് എന്ന് പറയുന്ന ആ ഒരു പദം ഉപയോഗിച്ചത്. എന്നാൽ, എന്നാൽ ഞാനിവിടെ പോയി, ഞാൻ നന്നായി പഠിച്ചു, എന്നാലും എനിക്കൊന്നും പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടിയില്ല. ഐ സ്റ്റഡീഡ് വെൽ ബട്ട് ഐ ഫെയിൽഡ് ഇൻ ദ എക്സാം. ഞാൻ നന്നായി പഠിച്ചു, പക്ഷേ പരീക്ഷയ്ക്ക് തോറ്റു. ഞാൻ നന്നായിട്ട് പഠിച്ചു പോസിറ്റീവ്, പരീക്ഷയ്ക്ക് തോറ്റു എന്ന് പറയുന്നത് നെഗറ്റീവ്. കണ്ട, അപ്പൊ രണ്ട് കാര്യങ്ങൾ, പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ, കോൺട്രഡിക്ഷൻ വരുന്ന കാര്യങ്ങളെയാണ് നമ്മളവിടെ, കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങളെ നമ്മളവിടെ കണക്ട് ചെയ്ത് ബട്ട് ഉപയോഗിച്ചിട്ട്. ബട്ട് ഉപയോഗിച്ച് കൂടുതലൊന്ന് പറഞ്ഞു നോക്കി. ഐ വിൽ ഹെൽപ്പ് യു, ഐ ഡോണ്ട് ഹാവ് മണി. ഞാൻ നിന്നെ സഹായിക്കാം, പൈസ ഇല്ല. അപ്പൊ എങ്ങനെ പറയും? ഐ വിൽ ഹെൽപ്പ് യു ബട്ട് ഐ ഡോണ്ട് ഹാവ് മണി. നിന്നെ സഹായിക്കാം, പക്ഷെ എനിക്ക് പൈസ ഇല്ല. കേട്ടോ, അപ്പൊ രണ്ട് കാര്യങ്ങൾ കോൺട്രഡിക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങളെ നമ്മൾ കണക്ട് ചെയ്യുന്നു. ഐ വാസ് ഫീലിംഗ് വെരി തേഴ്സ്റ്റി, ഇറ്റ് വാസ് എ ഹോട്ട് ഡേ. ഐ വാസ് ഫീലിംഗ് വെരി തേഴ്സ്റ്റി, ഇറ്റ് വാസ് എ ഹോട്ട് ഡേ. അതിനെങ്ങനെ കണക്ട് ചെയ്യും നമ്മൾ? ഇതിനെയാണ് നമ്മൾ ആസ് വെച്ച് കണക്ട് ചെയ്യുന്നത്. ഐ വാസ് ഫീലിംഗ് വെരി തേഴ്സ്റ്റി ആസ് ഇറ്റ് വാസ് എ ഹോട്ട് ഡേ. ആസ് ഐ വാസ് സിക്ക് ഐ വെന്റ് ടു ദ ഹോസ്പിറ്റൽ. എനിക്ക് അസുഖം ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ആസ് ഐ വാസ് സിക്ക് ഐ വെന്റ് ടു ദ ഹോസ്പിറ്റൽ. ആസ് എന്ന് പറയുന്ന ലിങ്കിങ് വേർഡ് നമ്മൾ ഉപയോഗിക്കുന്നത് കണ്ടു അല്ലേ? അപ്പൊ നമ്മൾ ആസ് ഐ വാസ് വെരി സിക്ക് ഐ കുഡ് നോട്ട് ഗോ ടു സ്കൂൾ. ആസ് ഐ വാസ് വെരി സ്ട്രിക്റ്റ് ഐ കനോട്ട് ബെയർ ദീസ് എക്സ്ക്യൂസസ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള എക്സ്ക്യൂസുകളൊന്നും എനിക്ക് പറ്റൂല. സുഖമായതുകൊണ്ട് എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റിയില്ല. അപ്പൊ ഈ രീതിയിലുള്ള കാര്യവും കാരണവുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ നമുക്ക്
ആസ് എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷന് ഉപയോഗിക്കാം. അപ്പോൾ ഈ 3 നമ്മൾ ബിക്കോസ്, സോ, ആസ്. പിന്നെ നമ്മൾ ബട്ട് എന്ന് പറയുന്നത്, അതായത് 2 കാര്യങ്ങൾ വിരോധാഭാസമായിട്ട് വരുന്ന 2 കാര്യങ്ങളെ നമ്മൾ കണക്ട് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഉപയോഗിക്കുന്ന ബട്ട്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ വേർഡ്സ് കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളുണ്ട്. അതായത് ഒന്നാമത്തെ വാക്കാണ് ആൻഡ്. ഒരേ രീതിയിലുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഉപയോഗിക്കുന്ന ആൻഡ്. ഇപ്പൊ 2 കാര്യം, ഇപ്പൊ അതായത് ബ്രെഡ് ആൻഡ് ബട്ടർ, റൈസ് ആൻഡ് കറി, രാം ആൻഡ് സീത. അങ്ങനെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു, വേർഡ്സിനെ കണക്ട് ചെയ്യുന്നതിന് ഉപയോഗിക്കാം. അതുപോലെ നമുക്ക് സെന്റൻസിനെയും കണക്ട് ചെയ്യാം. ഐ ഹാവ് ടു ഗോ ദെയർ ആൻഡ് ഡു ദിസ് വർക്ക്. കണ്ടോ, ഇപ്പൊ 2 സെന്റൻസുകളെ നമ്മൾ കണക്ട് ചെയ്ത്. ഐ വിൽ ബി ഹിയർ ആൻഡ് വർക്ക് ഫോർ യു. ഞാൻ ഇവിടെ ആയിരുന്നുകൊണ്ട് നിനക്ക് ജോലി ചെയ്യാം, നിനക്ക് വേണ്ടി ജോലി ചെയ്യാം. ഐ വിൽ ബി ഹിയർ ആൻഡ് വർക്ക് ഫോർ യു. ഞാൻ ഇവിടെ ആയിരുന്നുകൊണ്ട് നിനക്ക് വേണ്ടി ജോലി ചെയ്യാം. അപ്പൊ ഈ രീതിയിൽ നമുക്ക് സെന്റൻസുകളെയും ആൻഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്യാം. ഇനി അടുത്ത് വരുന്ന ഒരു കണക്റ്റിംഗ് വേർഡാണ് ഓർ. ഓർ എന്ന് പറയുമ്പോഴേക്കും നീ ഇപ്പൊ ചായ വേണോ കാപ്പി വേണോ, ഒരേ രീതിയിലുള്ള 2 കാര്യങ്ങൾ, ഇതാണോ അതാണോ, ഇതാണോ അതാണോ, ഈ രീതിയിൽ വരുമ്പോഴാണ് നമ്മൾ ഓർ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഡു യു പ്രിഫർ ടീ ഓർ കോഫി? ഐ ക്യാൻ ഈറ്റ് ചപ്പാത്തി ഓർ പൊറോട്ട. കണ്ട, ഇതിങ്ങനെ ഒരേ രീതിയിൽ വരുന്ന, ഒരേ കാറ്റഗറിയിൽ വരുന്ന, ഒരേ അർത്ഥത്തിൽ വരുന്ന 2 കാര്യങ്ങൾ. 2 പെൺകുട്ടികളെ ആണെങ്കിൽ നമുക്ക് പറയാം, ഈ പെൺകുട്ടിയാണോ ആ പെൺകുട്ടിയാണോ എന്ന് പറയുമ്പോഴേക്കും ദിസ് ഗേൾ ഓർ ദാറ്റ് ഗേൾ, അല്ലെങ്കിൽ സീത ഓർ റിമ. കണ്ട, അപ്പൊ 2 കാര്യങ്ങൾ നമ്മൾ ഒരേ കാറ്റഗറിയിൽ വരുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ കണക്ട് ചെയ്യുന്നതിനായിട്ട് ഓർ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലിങ്കിങ് വേർഡ്സുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇത്രയും മാത്രമല്ല, ലിങ്കിങ് വേർഡ്സ് ഒരുപാടുണ്ട്. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് മാത്രം എടുത്താണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളത് പഠിക്കാം. പിന്നെ തുടർന്നുള്ള വർക്കുകളൊക്കെ എല്ലാവരും ചെയ്യുക. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.